നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 15 ആണ് ഇന്ന് പഠിക്കേണ്ട SCERT ടോപ്പിക് 5th സ്റ്റാൻഡേർഡ് SCERT സയൻസ് ചാപ്റ്റർ 8 അകറ്റി നിർത്താം രോഗങ്ങളെ. ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് PSC 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈച്ച മുഖേന പകരുന്ന രോഗം, കൊതുക് മുഖേന പകരുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് 1-2 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ചാപ്റ്റർ. ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ എപ്പോഴും പറയുന്നില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യൂ. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ഈ 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലും ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ പുതിയതായിട്ട് ഈ 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അവർക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാരെയും വെൽക്കം ചെയ്യാം. അഞ്ചാം ക്ലാസ് SCERT സയൻസ് ചാപ്റ്റർ 8 അകറ്റി നിർത്താം രോഗങ്ങളെ. ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷേ ഇതിൽ നിന്ന് ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. PSC ഇമ്പോർട്ടന്റ് ആണ്. ഇത് 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ അകറ്റി നിർത്താം രോഗങ്ങളെയും അതുപോലെ രോഗകാരികളില്ലേ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്, പ്രൈമറി ഹെൽത്ത് സെന്റർ. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ, പല പല അസുഖങ്ങൾ ബാധിച്ച് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെയും കാണാൻ വേണ്ടി പറ്റും. ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ് സൂക്ഷ്മജീവികളെ പറ്റിയാണ്. സൂക്ഷ്മജീവികൾ എന്നാൽ മൈക്രോ ഓർഗാനിസംസ്, അതായത് കണ്ണിൽ, നഗ്നനേത്രങ്ങൾ കൊണ്ടല്ലാതെ, കണ്ണുകൊണ്ടല്ലാതെ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ കാണാൻ കഴിയുന്ന ജീവികളാണ് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്. ഉദാഹരണം ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മുതലായവ. അപ്പോൾ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിന്റെ പ്രവർത്തനമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ചിലത് ബാക്ടീരിയ രോഗമാകാം, ചിലത് ഫംഗസ് രോഗമാകാം, ചിലത് വൈറസ് രോഗമാകാം, ചിലത് പ്രോട്ടോസോവ ഡിസീസസും ആകാം. അപ്പൊ നമ്മൾ PSC തുടങ്ങിയ കാലം മുതലേ ഈ ഡിസീസസിനെ പറ്റി എപ്പോഴും സ്ഥിരമായിട്ട് സിലബസിൽ ഇട്ടേക്കാറുമുണ്ട്, ചോദിക്കാറുമുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവ രോഗമുള്ള ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പകരുന്നത്. പകർച്ചവ്യാധിയാണ്. അതായത് ഒരാളിൽ നിന്ന്, രോഗബാധിതനായ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് അയാൾക്കും എന്ത് ചെയ്യുന്നത്, ഈ രോഗം പകരുന്നത്. കൊറോണ വൈറസ് പിടിപെട്ടതൊന്നും ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സാമൂഹ്യ അകലം പാലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതാണ്. അതെന്തുകൊണ്ടാണ്? അത് പകർച്ചവ്യാധി ആയതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയെല്ലാമാണ് ഈ സൂക്ഷ്മജീവികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തുന്നത്? വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, വായുവിലൂടെ, ജീവികൾ വഴി. വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, വായുവിലൂടെ, ജീവികൾ വഴിയെല്ലാം ഈ സൂക്ഷ്മജീവികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നു. അപ്പൊ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ഉദാഹരണം: ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി, ഇവയൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പകർച്ചവ്യാധികളാണ്. പകർന്നു പോകുന്ന രോഗങ്ങളാണ്. ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം മുതലായവ. ഇനി ഈ ഓരോ സോഴ്സസ്, പകരുന്ന രീതികൾ, ആ പകരുന്ന രീതി വഴി ഏതൊക്കെ അസുഖങ്ങളാണ് പകരുന്നത്, ആ ഒരു ടേബിൾ അവിടെ തന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അങ്ങനെ അധികം ഈ ടേബിൾ ഇങ്ങനെ വായിച്ചു വിടുമ്പം അധികം ശ്രദ്ധിക്കാതെ പോകുന്ന 2 ആൾക്കാരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരെയാണ്? ഈച്ചയും കൊതുകും. കൊതുകിനെ പിന്നെയും ശ്രദ്ധിക്കുമെന്ന് പറയാം, പക്ഷേ ഈച്ച PSC അത് തന്നെ എടുത്ത് ചോദിച്ചു. ഈച്ച മുഖേന പകരുന്ന രോഗങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ട് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ജലദോഷം വായുവിലൂടെയാണ് പകരുന്നത്. ഒരാൾ അടുത്ത് വന്ന് തുമ്മുകയാണ്, അപ്പോൾ അയാളുടെ വായുവിലുള്ള വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു. അപ്പൊ ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം എന്നിവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് എലിപ്പനി, ടൈഫോയിഡ്,
കോളറ, മഞ്ഞപ്പിത്തം എന്നിവ പകരുന്നത്. എലിപ്പനി, എലി വന്ന് മൂത്രം ഒഴിച്ചിട്ട് പോകും. ആ മൂത്രത്തിൽ നമ്മൾ ചവിട്ടുകയോ അല്ലെങ്കിൽ അത് വെള്ളത്തിൽ വീണ വെള്ളത്തിൽ നമ്മൾ ചവിട്ടുകയോ ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ ഈ എലിപ്പനി രോഗം പരത്തുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് നമ്മളെ രോഗബാധിതനാക്കും. PSC റിപ്പീറ്റിംഗ് ചോദ്യം, എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയ. എല്ലാ പനികളും വൈറസ് രോഗമാണ് എക്സെപ്റ്റ് 1, അതാണ് എലിപ്പനി. അപ്പൊ വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവ പകരുന്നത്. ഈച്ച മുഖേനയാണ് കോളറ, വയറിളക്കം. അപ്പൊ 2 കോളറയോ? വെള്ളം, ആഹാരം എന്നിവയിലൂടെയും കോളറ പകരാറുണ്ട്. ഈച്ച മുഖേനയും എന്ത് വരാറുണ്ട്? കോളറ വരാറുണ്ട്. കോളറ, വയറിളക്കം ഈച്ച മുഖേന. കൊതുകു മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. കൊതുകു മുഖേന എന്ന് പറയുമ്പം ഇവര് ഏജൻസ് ആണ്, ഇതിനെ കൊണ്ടുവരുന്ന ഏജൻസ്. ഈ രോഗകാരികളായ ഈ വൈറസിനെയോ ബാക്ടീരിയയോ ഒക്കെ കൊണ്ടുവരുന്ന ഏജൻസ് ആണ് കൊതുക്, ഈച്ച മുതലായവ. കൊതുകു മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം, കോണ്ടാക്ട് മുഖേനയാണ് ചെങ്കണ്ണ്, കുഷ്ഠം. ചെങ്കണ്ണിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ അടുത്തൊരു ചെങ്ങായിക്ക് ചെങ്കണ്ണുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് വരും. അപ്പോൾ സമ്പർക്കം മുഖേനയാണ് ചെങ്കണ്ണ്, കുഷ്ഠം മുതലായ രോഗങ്ങൾ പകരുന്നത്. അപ്പൊ കൊതുക് ഒരു വില്ലനാണ്. അപ്പൊ കൊതുകിനെ നമുക്ക് തടയണം. കൊതുകിനെ തടഞ്ഞ് ഈ നേരത്തെ പറഞ്ഞ കുറേ രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാം. കൊതുകിനെ നശിപ്പിച്ചാൽ കുറേ രോഗങ്ങൾ പകരുന്നത് തടയാൻ വേണ്ടി പറ്റും. കൊതുക് എവിടെയെല്ലാമാണ് മുട്ടയിട്ട് പെരുകുന്നത്? കൊതുക് മുട്ടയിട്ട് പെരുകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഒരുക്കാറുണ്ട്. ഇപ്പോൾ ഒരു പാഴ്വസ്തു, ഒരു ബക്കറ്റ് ഉപയോഗശൂന്യമായ ബക്കറ്റ് നമ്മൾ അങ്ങ് ഇട്ടേക്കുക. അതിൽ വെള്ളം നിറഞ്ഞ്, മഴയൊക്കെ പെയ്ത് വെള്ളം നിറഞ്ഞ് ആ വെള്ളത്തിൽ കൊതുക് മുട്ടയിടും. അതുപോലെ ചിരട്ട നമ്മൾ ഉപയോഗം കഴിഞ്ഞ് അടുപ്പൊന്നും കത്തിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിരട്ടയും കളയും. അതിൽ വെള്ളം നിറഞ്ഞ് അതിൽ കൊതുക് മുട്ടയിടും. പിന്നെ ചെടിച്ചട്ടിയില്ലേ, ചെടിച്ചട്ടി വീടിനകത്തൊക്കെ വെക്കുന്ന ചെടിച്ചട്ടിയിൽ അതിൽ താഴെ വെള്ളം നമ്മൾ ഹോൾ ഇട്ട് വെച്ചേക്കുമല്ലോ ചെടിയുടെ ചട്ടിയിൽ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ആ വെള്ളം തറയിലോട്ട് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസിൻ വെക്കും. ആ ബേസിനിൽ വന്ന് നിറയുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിടാം. അങ്ങനെ പല സാഹചര്യങ്ങൾ കൊതുക് പെരുകാനുള്ള കാരണമാകുന്നു. ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഡ്രൈ ഡേ എന്തുവാണ്? ഡ്രൈ ഡേ ആചരണം, ഡ്രൈ ഡേ ഒബ്സർവൻസ് എന്ന് പറയുന്നത് കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള ചിരട്ട, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മുട്ടത്തോട് തുടങ്ങിയവയിലെയും ചെടിച്ചട്ടികളിലെ പാത്രം, ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിലെയും കെട്ടിനിൽക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്നതാണ് ഡ്രൈ ഡേ ആചരണം എന്ന് പറയുന്നത്. ഡ്രൈ ഡേ ആചരണം എന്നാൽ കൊതുകിനെ മുട്ടയിടാൻ സമ്മതിക്കല്ലേ. കൊതുക് മുട്ടയിടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക. അതായത് കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള ചിരട്ട, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മുട്ടത്തോട്, പിന്നെ ചെടിച്ചട്ടിയിൽ വെക്കുന്ന പാത്രം, ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കെട്ടിനിൽക്കുന്ന ജലം ആഴ്ചയിൽ ഒരിക്കൽ ഒഴിവാക്കുന്നതിനെയാണ് ഡ്രൈ ഡേ ആചരണം എന്ന് പറയുന്നത്. ഇതിന് മുന്നേ ഒരു പോയിന്റ് കൊടുത്തിട്ടില്ലേ, കൊതുകിന്റെ മുട്ട വിരിയാനെടുക്കുന്ന സമയം, ദിവസം എത്രയാണ്? 8 ദിവസം. കൊതുകിന്റെ മുട്ട വിരിയുന്നത് 8 ദിവസം കൊണ്ടാണ്. പിന്നെ കൊതുകടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില തന്ത്രങ്ങൾ എന്തൊക്കെയാ? കൊതുക് വല ഉപയോഗിക്കാം, പുകയിടാം, മൊസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കാം. ഇവയൊക്കെ കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില തന്ത്രങ്ങളാണ്. അടുത്ത ടോപ്പിക്, രോഗം പകരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമുക്കെടുക്കാം? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ എന്തൊക്കെ മുൻകരുതലുകൾ നമുക്കെടുക്കാം? ആദ്യത്തേത്, കൊതുക് മുഖേനയുള്ള രോഗം പകരാതിരിക്കാൻ മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. ഈച്ച മുഖേനയുള്ള രോഗം പകരാതിരിക്കാൻ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. ഭക്ഷണം അടച്ചു സൂക്ഷിക്കുക. പിന്നെ ജലം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗം വരാതിരിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പഴകിയ ആഹാര വസ്തുക്കൾ കഴിക്കാതിരിക്കുക. സമ്പർക്കം വഴിയാണെങ്കിൽ രോഗബാധിതരുമായി മറ്റുള്ളവർ അധികം സഹവസിക്കാതിരിക്കുക. പിന്നെ വായുവിലൂടെ ഉള്ളത് ഈ രോഗബാധിതരുമായിട്ട് അധികം സഹവസിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ മാസ്ക് ഒക്കെ ഉപയോഗിക്കുക. അങ്ങനെ വായുവിലൂടെ പകരുന്ന രോഗം തടയാൻ വേണ്ടി പറ്റും. അടുത്തത്, സൂക്ഷ്മജീവികൾ ഇല്ലെങ്കിൽ
ഈ സൂക്ഷ്മജീവികളെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ചു കളയാമോ? മൊത്തത്തിൽ ഇവര് വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ സൂക്ഷ്മജീവികൾ ഇല്ലെങ്കിലേ ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ എക്കാലവും മണ്ണിൽ കിടക്കത്തില്ലേ, അവ ജീർണിക്കത്തില്ല. അപ്പൊ ഈ ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പൊ ഏതൊക്കെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായാണ് ജൈവ അവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത്? ബാക്ടീരിയ, ഫംഗസ്. സൂക്ഷ്മജീവികളുടെ ഈ പ്രവർത്തനം ഭൂമുഖത്തെ ശുചിയാക്കുന്നതോടൊപ്പം സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങളും നൽകുന്നു. കാരണം എന്താ? ഈ ജീർണിച്ച സാധനങ്ങൾ മണ്ണിൽ കിടക്കുമ്പോൾ അത് സസ്യങ്ങൾക്ക് വളമായി മാറുന്നുണ്ട്. അത് മാത്രമല്ല, സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഒന്നാമത്തേത്, പാല് തൈരാക്കുന്നു, അരിമാവ് പുളിപ്പിക്കുന്നു, അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു, വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു, പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു, ചികിത്സാരംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു. ഇങ്ങനെയെല്ലാം സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങളും ഉണ്ട്. ഇനി സൂപ്പർ ബഗ് എന്ന് വെച്ചാലേ ഈ കപ്പലുകളിൽ നിന്നൊക്കെ എണ്ണച്ചോർച്ച ഉണ്ടാവത്തില്ലേ? അപ്പൊ ഈ കടലിലെ കപ്പലുകളൊക്കെ പോകുമ്പം കപ്പലുകളിൽ നിന്നുള്ള എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാകും. ഇത് തടയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ്. ഈ സൂപ്പർ ബഗിനെ ഡെവലപ്പ് ചെയ്തത് പ്രൗഡാണ്, നമ്മൾ അഭിമാനത്തോടുകൂടി പറയണം, ഒരു ഇന്ത്യൻ വംശജനായ ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന ശാസ്ത്രജ്ഞനാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഈ സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയയെ വികസിപ്പിച്ചത്. സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയാനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഈ ബാക്ടീരിയയെ വികസിപ്പിച്ചത്. ചെറിയൊരു ചാപ്റ്റർ. ഇനി ആകെ ഇതിനകത്ത് ഈ പ്രതിരോധ കുത്തിവെപ്പുകളെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. കൃത്രിമ രോഗ പ്രതിരോധ ശേഷി. നമ്മുടെ ബോഡിയിൽ ഓൾറെഡി പ്രതിരോധത്തിനുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. പക്ഷേ മിക്ക സാഹചര്യങ്ങളിലും അത് ഇപ്പോഴത്തെ രോഗങ്ങളൊക്കെ കുറച്ച് വീര്യം കൂടിയ രോഗങ്ങളല്ലേ, അതിനെയൊന്നും തടയാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിന് ഇല്ലാതെ വരുമ്പോൾ കൃത്രിമമായിട്ട് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കും. അപ്പൊ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന സർവ്വസാധാരണമായ രീതിയാണ് കുത്തിവെപ്പുകൾ. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ വാക്സിനേഷൻ തുടങ്ങുകയാണ്. അപ്പൊ പ്രതിരോധ കുത്തിവെപ്പുകൾ അവന് അല്ലെങ്കിൽ അവൾക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാക്സിനേഷൻ കൊടുക്കും. അപ്പൊ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന സർവ്വസാധാരണമായ രീതിയാണ് ഏത്? പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻ. ഇതിനായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉപയോഗിച്ചു വരുന്നു. വിവിധ രോഗസാധ്യതകൾ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് നടത്തുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പട്ടിക ആശുപത്രികളിൽ ലഭ്യമാണ്. അടുത്തത് ശുചിത്വ ശീലങ്ങൾ. അത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. അത്രയേ ഉള്ളൂ. ചെറിയൊരു ചാപ്റ്റർ അല്ലേ, ഒരു പാവത്താനായ ചെറിയൊരു ചാപ്റ്റർ ആണ്. പിന്നെ ഇതിന്റെ വലിയൊരു ചാപ്റ്ററിന് വരാൻ കിടക്കുക, അകറ്റി നിർത്താൻ രോഗങ്ങളെ വേറൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആവട്ടെ ഇത്. മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നു. എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യൂ. ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്